ഹായ് ഫ്രണ്ട്സ്, നമ്മളിതേ വല ഇട്ടിട്ടുണ്ട്. ഇതേ വല എടുക്കാൻ വന്നിരിക്കുകയാണ്. വലയൊന്ന് എടുക്കാം. നമ്മളെ ഈ മറ സൈഡ് വഴിയാണ് വലിക്കുന്നത്, ഈ സൈഡ് വഴിയാണ് വലിക്കുന്നത്. ഇങ്ങനെ വല വിട്ടാൽ ഉടക്കുണ്ടെങ്കിൽ ഉടക്കയിൽ വന്ന് കയറത്തേ ഉള്ളൂ. ഉടക്കാം. ഇത് 65 mm വലയാണ്, 0 സൈഡിൽ കൂടെ വല ഇട്ടാൽ ഉടക്കം ഒന്ന് കയറും. ഉടക്കാം. മടല പിന്നെ എല്ലാം നാശമാണ്. ഒരു മീനുണ്ട്. ഇത് അതുകൊണ്ട് നല്ലപോലെ ഉടക്കിയിരിക്കുക. ഒരു തൂളിയാണ് ഉടക്കിയിരിക്കുന്നത്. കിട്ടും. ആദ്യം ഫസ്റ്റിലെ ഒരു തൂളിയാണ് നമുക്ക് കിട്ടുന്നത്. ഒരു കുറുവായ. ഇത് മുഴുവൻ 65 mm വലയാണ്. മുഴുത്ത കുറുവായ കിട്ടുന്നത്. മുഴുത്ത മീനെ കിട്ടത്തുള്ളൂ. അത്യാവശ്യം മീനുണ്ട്, അതെടുത്ത് വെക്കാം. അടിപൊളി കാര്യം. ഈ 65 mm വല കിട്ടിയ കാര്യമാണ്. മുഴുത്ത കാര്യം. മീനുണ്ട്. കല്ലടാൻ കുട്ടിയ. അത് വലിയ പെരുത്ത സാധനം. തൂളി തൂളി വീണ്ടും തൂളി. ഇത് മീൻ കിടന്നു. തൂളിയാ. ഊരിപ്പോയി. മീനുകളെ വല ഉടക്കുന്ന മീനാണ് അത്. തൂളിയും രണ്ടും സാധനം നല്ല മുഴുത്ത സാധനം. ശ്രദ്ധിച്ചില്ല. അത് ഈ ചവറാണെന്ന് വിചാരിച്ച അങ്ങനെ ഇട്ടത്. കുറെ ചവറ് വന്ന് കയറിയിരിക്കും. ഇപ്പൊ ഇത്ത കാര്യമുണ്ട്. എല്ലാ സാധനവും ആറ്റിലോട്ട് ഇടുക. നമ്മളെ ഇപ്പൊ എന്ത് ചെയ്യാനൊക്കെ നമുക്ക്. നമ്മൾ ഈ വല വലിച്ച് തീരുകയാണ്. അടുത്ത വല ഇതിന്റെ പെട്ടയ്ക്ക് തന്നെ നമ്മൾ കെട്ടിയിട്ടുണ്ട്.
ഈ എറമ്പിലൊരു മീൻ ഉടക്കിയിട്ടുണ്ട്, കുറുവായ. അപ്പോൾ ആദ്യത്തെ നമ്മളൊരു വല അഴിച്ചു കഴിഞ്ഞ് ഇനി ഇത് അടുത്ത വല അവിടെ തന്നെയാണ് നമ്മൾ കിട്ടിയിരിക്കുന്നത്. ഇത് വന്ന് അഴിച്ച് വെള്ളത്തെ വെച്ച് കഴിയുമ്പോൾ അടുത്ത വല നമുക്ക് തുടങ്ങാം. കുറുവ കുറച്ച് സമയമായി വലയിലുടക്കി അങ്ങനെ കിടക്കാൻ തുടങ്ങി. ഇരിക്കട്ടെ. അടുത്ത വല നമ്മൾ ഇതിൻ്റെ മേളിലോട്ട് തന്നെ വലിക്കുക. ഇത് മീനൊന്നും കണ്ടില്ല നമ്മൾ, നോക്കാം. ആ, ഫസ്റ്റ് വന്നിരിക്കുന്നത് തൂളിയ. മീനില്ല, ഇവിടെ ഇത് കാര്യം കുറുവായും കൂടെ. വീണ്ടും വലയെങ്ങാണ്ട് ഉടക്കിയിട്ടുണ്ട്. എന്താണെന്ന് ആർക്കും വല എടുത്തും വെക്കാനൊക്കത്തില്ല. പ്ലാസ്റ്റിക് ഒക്കെ കത്തിച്ചതാണ്. കാണുന്നവർ വിചാരിക്കും നമുക്ക് എടുത്തോണ്ട് പോകാനുണ്ട്. അത് ഈ വള്ളത്തിൽ തലവും കാലം വിടവും ഇതെല്ലാം കൂടെ ഒന്നും എടുത്തോണ്ട് എങ്ങനെ നടക്കുന്ന കാര്യമല്ല. അത് വിചാരിക്കുന്ന എട്ടവര് നിങ്ങളെന്താ എടുത്ത് കരക്കൊണ്ടിടാത്തത്. പല എടുത്തോണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ അതൊന്നും എടുത്ത് വള്ളത്തെ വെക്കൊണ്ട് കിടക്കത്തില്ല. ആദ്യം ഇടുന്നവര് ഇടാതിരിക്കുകയാണെങ്കിൽ ഈ ബുദ്ധിമുട്ടില്ല. എന്തായാലും എല്ലാം നാശമാണ്. ഉളകന് മീനുണ്ട്, ഇവിടെ കിടന്ന് ഇണങ്ങുന്നുണ്ട്. മഞ്ഞക്കുരി, മുഴുത്ത മഞ്ഞക്കുരി, നല്ല കളറും അല്ലേ. ഉള ഉടക്കും എല്ലാം കൂടെയാണ്. തുളി, വീണ്ടും തുളിയ. കുറച്ചൊക്കെ ഉടക്ക് പോയി, നമ്മൾക്ക് കഴിയുന്നത്ര ഉടക്കെടുത്ത് പോവുക. ഇതും തൂളിയ. ഓ, മഞ്ഞക്കുരി. മനുഷ്യട്ടാ തൂളി ഉണ്ടെന്ന് പറയുന്നു. അജിയൊക്കെ ഞങ്ങൾ നീട്ടിയില്ല. മനുഷ്യട്ടൻ ഒഴുക്കാൻ പോവുക, വല ഒഴുക്കാൻ വന്നതാ. അപ്പം തൂളി ഉണ്ടോന്ന് നമ്മളോട് ചോദിച്ച. വീണ്ടും തൂളിയ.
തൂളിയുടെ കമ്പ. ആ ഉണ്ട്, മുഴുത്ത തൂളി. ചില്ല. വീണ്ടും തൂളി. ഇരിക്കുക. ഓ, ഭയങ്കര തൂളിയാ. വലിയ മടല്, ഒരു മടലല്ല, വേറെ മടല് ഒത്തിരി മടലുണ്ട്. ബോട്ട് വരുന്നുണ്ടല്ലേ? ഒരു കണക്കിനാ ഉടക്ക്. ഓ, വീണ്ടും തൂളി. ഇനി വലയിടണമെങ്കിൽ ശരി പണി നടത്തണം. പിന്നെ ഉടക്കൾ മുഴുവൻ എടുത്ത് വരുമ്പം തന്നെ ഒരു സമയമാണ്. തൂളിയാ. ഉടക്കിയിരിക്കുക. ഇപ്പൊ ബോട്ട് പോട്ടെ. ഇവിടെ ജെട്ടിയിലെടുത്തിട്ട് വരുന്ന അല്ലെങ്കിൽ ഉടക്കിയില്ലല്ലോ. കുറുവായും തൂളി. മുഴുവൻ പോട്ടെ. ചെയ്യാനൊക്കെ അതെ, എടുത്ത തൂളിയ മുഴുവൻ. എന്തായാലും ചപ്പ് ഇത് വലയിടുന്നവർക്ക് ഇത് പറഞ്ഞിട്ടുള്ളത്. വല എങ്ങനെയൊന്ന് ശരിയാക്കിയത്. എനിക്ക് വലയുടെ അവസ്ഥ കാണുമ്പോഴാണ്. തൂളിയ, ഇരുത്ത തൂളി. ഇത് കുറുവായ. അയ്യോ, ഇനിയിപ്പോൾ എങ്ങനെയാണ് കിടക്കട്ടെ. 2 ദിവസം എടുത്ത് ശരിയാക്കി. ബോട്ട് ഇത്രയും ചേർന്ന് വരെ നമ്മൾ പ്രതീക്ഷിച്ചില്ല. വലയിൽ ഏതായാലും ഉടക്കിയില്ല. ബോട്ട് ഉടക്കിയിരുന്നേ നമ്മുടെ കാര്യം സംഗതി ഏതാണ്ടൊക്കെ തീരുമാനമാകും. കാര്യം ഇത്രയും വല വള്ളത്തെ ഇരിക്കുന്നു. ഞങ്ങളെ വലിച്ചോണ്ട് പോയേന്. അയ്യോടാ, തൂളി കുറുവ വേണ്ട. വരുന്നു. അയ്യോ, പിന്നെ കാര്യടാ. കാര്യം പിന്നെ കുറുവായ, മൊത്തം കുറുവായും തൂളിയാണ്. വല നമ്മൾ മൊത്തം വലിച്ചു കഴിഞ്ഞു. ഏതായാലും
കൊള്ളാം. നീ നമ്മളെ വല വലിച്ചിനി നമ്മൾ വീട്ടിൽ എഞ്ചിൻ വള്ളത്തെ ചെന്നാണ് എടുക്കുന്നത്. അതേ വള്ളത്തെ അടുപ്പിച്ചിട്ട് എടുക്കുക. എടുത്തു കഴിഞ്ഞിട്ട് എടുക്കുമ്പോൾ കാണാം നമുക്ക് എന്തുമാത്രം മീനൊക്കെ ഉണ്ടെന്ന്. ഓക്കെ. നമ്മുടെ വലയിട്ട് വലിച്ചപ്പോൾ നമ്മുടെ റൂബിച്ചൻ ഇവിടെ നിൽപ്പുണ്ട്. റൂബിച്ചന് തൂളി വേണമെന്ന് പറഞ്ഞ് നമുക്ക് ഇവിടെ നിന്ന് കുറച്ച് തൂളി ഊരി റൂബിച്ചന് കൊടുക്കാം. ബോട്ട് വരുന്നുണ്ട്. നമ്മൾ ഈ ജെട്ടിയിലാണ് എടുത്തിരിക്കുന്നത്. ബോട്ട് അടുത്താലോ? ആളില്ല. അപ്പൊ നമുക്ക് തൂളി ഊരി കൊടുക്കാം. അപ്പൊ നമ്മൾ റൂബിച്ചിന് അത്രയും തൂളി നമ്മൾ വല നൂരി. ഇനി ഇടയ്ക്ക് അടിയിലൊക്കെ കിടപ്പുണ്ട്. ഇനി നമുക്ക് വീട്ടിൽ ചെന്നിട്ട് വരാം. അപ്പോൾ ഈ ഇത്രയും തൂളിയാണ് നമ്മൾ റൂബിച്ചിന് കൊടുക്കുന്നത്. അപ്പോൾ അത്രയും ഉണ്ട്. പാത്രത്തിലോട്ട് തുള്ളി മുഴുവൻ നമ്മൾ റോബിച്ചിന് കൊടുത്ത് നമ്മൾ വീട്ടിൽ കടയിൽ വന്ന് ഇനി നമുക്ക് ഈ വലയിലെ മീൻ എടുക്കാം. അപ്പോൾ കുറച്ച് മീൻ നമ്മൾ തൂളി കുറച്ച് ഊരി നമ്മൾ കൊടുത്തു കഴിഞ്ഞ് ഇനി ബാക്കിയുള്ള മീൻ നമുക്ക് ഇവിടുന്ന് എടുക്കാം. മീനെടുത്ത് കഴിഞ്ഞിട്ട് ബാക്കി കാര്യം. ഓക്കെ. നമ്മളിപ്പം ഒരു വലയിലെ മീൻ എടുത്തു കഴിഞ്ഞപ്പം നമുക്ക് കുറച്ച് തൂളിയും കുറുവായിക്ക് ഓർഡർ വന്നു. അപ്പോൾ അത് നമ്മൾ കൊടുക്കാൻ പോവുകയാണ്. കാണിക്കാം. ഒരു വലയിലെ മീനാണ്. ഇനിയിപ്പോൾ നമ്മൾ ഈ വലയിലെ ഈ മീൻ ഇനി എടുക്കാൻ കിടക്കുകയാണ്. കാരി ജീവനുള്ളത് നമ്മൾ ഇതിനകത്ത് ഇട്ടിട്ടുണ്ട്. മഞ്ഞക്കൂരി ഉണ്ടായിരുന്നു. ഇനി നമ്മൾ ഈ വലയിലെ മീൻ ഇനി എടുക്കാൻ കിടക്കുകയാണ്. അപ്പോൾ അതുകൂടെ എടുത്തിട്ട് അപ്പോൾ ഈ മീൻ ഇപ്പം ഈ മീൻ നമ്മൾ കൊടുത്തു വിടുക. അപ്പോൾ നമ്മൾ രണ്ടാമത്തെ വലയിലെ മീൻ ഒട്ടുമുക്കം എടുത്ത് ഇനി 2-3 മീനേ ഉള്ളത്. അപ്പോൾ ഈ മീനും എല്ലാം നമ്മൾ കൊടുത്തു കഴിഞ്ഞു. ആദ്യം കിട്ടിയ മീനെല്ലാം നമ്മൾ കൊടുത്തു കഴിഞ്ഞു. ഇനി നമ്മൾ ഇതേ നൂരിയത് ഇത്ര മീനാണ്. കണ്ടോ? ഇത്ര മീനാണ് ഇനിയുള്ളത്. അപ്പോൾ ഇത് നമുക്ക് ഓർഡറാണ്. ഇതും കൊടുക്കുകയാണ്. അപ്പോൾ നമ്മൾ വീഡിയോ വൈൻഡപ്പ് ചെയ്യുകയാണ്. നിങ്ങളുടെ ഇന്നത്തെ ഈ കാഴ്ചകൾ നിങ്ങൾ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അടുത്തൊരു നല്ല വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.